ഹായ്, ഞാനിതാ ഇപ്പോൾ ഉള്ളത് സദാശിവർ നഗറിലെ സംഗീത് ടാങ്കിലാണുള്ളത്. നമ്മളെ കാശിയിലൊക്കെ ഉണ്ടാവുന്ന ഗംഗ ആരതി ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണ് കാവേരി ആരതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാവേരി ആരതിക്ക് ഇതിന് വേണ്ടിയിട്ട് ഇവർ നമ്മളെ തലക്കാവേരി ബാഗ്മണ്ഡല് അമ്പലം ഉണ്ടല്ലോ, അവിടുന്ന് ത്രിവേണി സംഗമത്തിന്റെ അവിടുന്ന് കാവേരി തീർത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് വ്ലോഗാണ് ഇന്ന്. കാവേരി ആരതിന്റെ ഒരു അടിപൊളി വ്ലോഗാണ്. ഹായ്, ഇതാ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് സ്റ്റേജ് കംപ്ലീറ്റ്. അപ്പം ഭയങ്കര രസമായിരിക്കും. രാത്രിത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ആരതിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മ്യൂസിക്കൽ ഷോയും ലൈറ്റ് ഷോയും അവിടെയാണ് ആരതിക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഹായ്, ഞാനിതാ ഇപ്പോൾ ഉള്ളത് സദാശിവർ നഗറിലെ സംഗീത് ടാങ്കിലാണുള്ളത്. കണ്ടോ, ബാക്കിൽ വാട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കിട്ടിയ ന്യൂസായിരുന്നു. അതുകൊണ്ട് മിസ്സാക്കാണ്ട് പെട്ടെന്ന് ഇലക്ട്രോണിക് സിറ്റി നോടി ഇങ്ങോട്ടേക്ക് വന്നു. കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കാശിയിലൊക്കെ ഉണ്ടാവുന്ന ഗംഗ ആരതി അത് നമ്മൾ കണ്ടായിരുന്നു. ഒരുപാട് ദീപങ്ങളൊക്കെ വെച്ചിട്ട് അവിടെയുള്ള പൂജാരിമാർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ അതിന് സമാനമായിട്ട് ഈ സംഗീത് ടെങ്കിൽ ബാംഗ്ലൂരിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരു എന്താ പറയുക, കാവേരി ആരതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇന്നാണ് ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ അത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇത് ചെയ്യുന്നതാണെങ്കിലും കാശിയിലെ പൂജാരിമാരാണ് ഇത് ചെയ്യുന്നത്. അവിടുന്ന് വന്നിട്ട് UP-ന്ന് വന്ന പൂജാരിമാരാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാരും ഉണ്ടാവും. അതുകൂടാണ്ട് മുംബൈയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഒരുപാട് എക്യുപ്മെന്റ്സും. ഇത് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് സ്റ്റേജാണ് ശരിക്ക്. അതവിടെ നമുക്ക് പോകുമ്പം കാണാം. അങ്ങ് ചെയ്യുന്നുണ്ട്. അത് ഫ്ലോട്ടിംഗ് സ്റ്റേജിലാണ് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. എന്താ പറയുക, ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു. ഇപ്പം 3:30 4 o'clock ആവുന്നതേ ഉള്ളൂ. ആദ്യമൊക്കെ ഞാനിവിടെ വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ആമയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ വീഡിയോ എടുക്കാം. ഡെക്കൊക്കെ ഉണ്ട്. നല്ല രസമാണ്, അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് ഈ ലേക്കിന് എല്ലാ ഭാഗത്തുമായിട്ട് ഇവർ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അത്രയും ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. നോക്കാം. അവർ 10,000 എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഇന്ന് അതൊക്കെ നടന്നിട്ടൊന്ന് കാണാം. ആരതി, കാവേരി ആരതി, അത് കൂടാണ്ട് ഈ കാവേരി ആരതിക്ക് ഇതിന് വേണ്ടിയിട്ട് ഇവർ നമ്മളെ തലക്കാവേരി ബാഗ്മണ്ഡല് അമ്പലം ഉണ്ടല്ലോ, അവിടുന്ന് ത്രിവേണി സംഗമത്തിന്റെ അവിടുന്ന് കാവേരി തീർത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ഡിപ്പാർട്ട്മെന്റ് ആണ്.
ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരെ 16th ആനിവേഴ്സറിയും കൂടിയാണ് ഇത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇന്നത്തെ ഈ പ്രോഗ്രാം അവർ നടത്തുന്നത്. അപ്പോൾ ഏതായാലും അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ശരിക്കും ഐ ആം വെരി ഹാപ്പി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാ പരിപാടിയുള്ളത്. ഇനി DK ശിവകുമാർക്ക് വരുമോന്ന് അറിയില്ല. ആരൊക്കെയോ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഉണ്ട്. പോലീസും ട്രാഫിക്കലുമായിട്ട് ഭയങ്കര കൺട്രോൾഡ് ആണ്. ഏതായാലും നോക്കാം, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാം ഏതായാലും. ഓക്കെ, അപ്പോൾ ഇന്ന് അടിപൊളി വ്ളോഗാണ്. ഇന്ന് കാവേരി ആരതിൻ്റെ ഒരു അടിപൊളി വ്ളോഗാണ്. നമുക്ക് ഏതായാലും നടന്ന് കാണാം. ഓക്കെ, ബൈ.
ഇതാ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് സ്റ്റേജ്. കംപ്ലീറ്റ് ഓർക്കസ്ട്രയൊക്കെ അവിടെയാണ് ഉള്ളത്. മ്യൂസിക് സിസ്റ്റം ഒരു രക്ഷയില്ല, അത്രത്തോളം എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഇനിയും മനസ്സിലായില്ല. ലേസർ ഷോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ലേസർ ഷോ എന്ന് പറയാൻ 2-3 ടവർ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പുറകിൽ കാണാം, കുറച്ച് ദൂരമായിട്ട് 2-3 ടവർ ഉണ്ട്. അപ്പോൾ ആരതി എവിടെയാണ് നടക്കുന്നതെന്ന് ഇപ്പം ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കേണ്ടി വരും, ഇവിടെ ആരതി നടക്കുന്നത് എന്നുള്ളത്. അപ്പം മൊത്തം കുറേ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളും കണ്ടാൽ ഒരു രക്ഷയില്ല, അത്ര ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര രസമായിരിക്കും. രാത്രിത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ആരതിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മ്യൂസിക്കൽ ഷോയും ലൈറ്റ് ഷോയും എല്ലാം ഉണ്ടാവുന്നതാണ് പിന്നെ തോന്നുന്നത്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക ബ്രിഡ്ജാണിത്, ഫ്ലോട്ടിംഗ് സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട്. അവിടെയാണ് ആരതിക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, നമുക്ക് അന്വേഷിക്കാം എങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്ലാൻ എന്നുള്ളത്.